ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മക്രോണി ചിക്കൻ കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അധികം ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഈ റമദാൻ മാസത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ മക്രോണി ചിക്കൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 or 6 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് റഫായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വേവിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ വലുതായി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അല്പം കുരുമുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അവരുടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് ഒന്ന് കറക്കി എടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് അധികം അരഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതായിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത മാക്രോണി ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചൂടാക്കിയെടുത്ത സോസ് പാനാണിത്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാക്രോണി ചിക്കൻ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് നികത്തി കൊടുത്തതിന് ശേഷം ഒരു ദോശത്തവ ചൂടാക്കി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒട്ടും ആവി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ഒരു ചൂടാക്കിയെടുത്ത് ദോശത്തവൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അത് വേവിച്ചെടുക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് കുക്കാവുന്നത് വരെ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാവാൻ വേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. അപ്പോൾ നമ്മുടെ മാക്രോണി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മക്കറോണി ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.